എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സുനന്ദ അശ്വിനെയും കൂട്ടിക്കൊണ്ട് സുഭാഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. വിരുന്നിന് വരുന്ന സുനന്ദയും അശ്വിനെയും ഭാസ്കരൻ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം അവരൊരുക്കിയ വിരുന്ന് സൽക്കാരം എല്ലാം കഴിഞ്ഞ് നിധിയും സുധീഷും കൂടി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അശ്വിനൊരു വാച്ചും സുനന്ദയ്ക്ക് ഒരു സാരിയൊക്കെ കൊടുക്കും. അതിനുശേഷം ഭാസ്കരൻ രണ്ടുപേരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം രണ്ടുപേർക്കും സിനിമ കാണാൻ പൈസയൊക്കെ കൊടുക്കും. രണ്ടുപേരും സന്തോഷമായിട്ട് സിനിമ എല്ലാം കണ്ടിട്ട് തിരിച്ചു പോയാൽ മതി എന്ന് പറയും. അങ്ങനെ അവരുടെ വിരുന്ന് സൽക്കാരം എല്ലാം കഴിഞ്ഞ് തിരിച്ച് നേരെ സുനന്ദയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് സുനന്ദയുടെ മനസ്സ് നിറയെ സുഭാഷ് ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. കാരണം സുഭാഷ് ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പം അവരെ സ്വീകരിച്ച ഒരു സ്വീകരണവും ഭാസ്കരൻ മാമയുടെയൊക്കെ പെരുമാറ്റമൊക്കെ സുനന്ദയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷമായിട്ട് തിരിച്ച് അശ്വിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ മുതലാണ് നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. നിധി ഇൻ്റർവ്യൂവിൻ്റെ 2 റൗണ്ടും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു HR റൗണ്ട് കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നിധിയും കൂട്ടിക്കൊണ്ട് സുധീഷ് നേരെ ഓഫീസിലേക്ക് വരികയാണ്. ആ സമയത്ത് നിധിക്ക് നല്ല ടെൻഷനുണ്ട്. HR റൗണ്ട് എങ്ങനെ ആവുമെന്ന് കരുതി. അപ്പം സുധീഷ് പറയുന്നുണ്ട്, ടെൻഷനൊന്നും വേണ്ട, HR റൗണ്ട് ഒരു ഫോർമൽ മാത്രമേ വലിയ ഉള്ളെന്ന് പറയും. അങ്ങനെ നിധി വെയിറ്റ് ചെയ്യും. അങ്ങനെ HR റൗണ്ടിൽ മാനേജർ ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. ആ സമയത്താണ് വളരെ അദൃശ്യമായിട്ട് അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റ് വരുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ നിധിയെ ആദ്യം വിവാഹം ആലോചിച്ച് വന്ന ആളായിരുന്നു. HR റൗണ്ടിനായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നിധി അവിടെ വരുന്നുണ്ട്. ആ സമയത്ത് സൂര്യയാണ് അവിടുത്തെ ഇരിക്കുന്ന മാനേജറുടെ ഫ്രണ്ട്. സൂര്യ അങ്ങോട്ട് വരുന്നതും സൂര്യയെ കാണുന്നതും, ആഹാ നീ എന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, ഇതിൻ്റെ കല്യാണമൊക്കെ എന്തായി? ഓ അതൊന്നും നടന്നില്ല, അതൊക്കെ വലിയൊരു സംഭവകുലമായ കഥയാണെന്നൊക്കെ പറയും. ഓ അങ്ങനെയാണോ എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും. അതിനുശേഷം ഒരു കോൾ വരുമ്പം സൂര്യ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നിധി അവിടെ വെച്ച് കാണുന്നത്. നിധിയെ കാണുന്നതും സൂര്യ ചോദിക്കും, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ആ സമയത്ത് സൂര്യ റിസപ്ഷനിൽ വന്നിട്ട് ചോദിക്കും, എന്താ ഈ കുട്ടി ഇരിക്കുന്നതെന്ന് ചോദിക്കും. പറയും അത് ആ കുട്ടി ഇൻ്റർവ്യൂവിന് വന്നതാണ്, 2 റൗണ്ടും പെർഫോം ചെയ്തു, അത് 2ലും ആ കുട്ടി വിജയിച്ചിട്ടുണ്ട്, ഇനി ഒരു HR റൗണ്ട് ഉണ്ട്, അതിനായിട്ട് വന്നതാണെന്ന് പറയും. ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കും. അങ്ങനെ നിധിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാനേജർ എടുത്ത് സൂര്യ പറയുകയാണ്. സൂര്യയുടെ ഫ്രണ്ടാണല്ലോ മാനേജർ. അങ്ങനെ പറയും, ഞാനിവിടെ ഇരിക്കാമെന്ന് പറയും. അങ്ങനെ HR റൗണ്ടിൽ ആയിട്ട് നമ്മുടെ സൂര്യ അവിടെ ഇരിക്കുന്നത്. ആ സമയത്താണ് അവിടേക്ക് നിധി കയറി ചെല്ലുന്നത്. സൂര്യ കാണുന്നതും നിധി പെട്ടെന്ന് അങ്ങ് ഷോക്കായിട്ട് കണക്ക് നിൽക്കുകയാണോ, ഇതാര് നിധിയോ, നീ എന്താ ഇവിടെ? ഓ ഇൻ്റർവ്യൂവിന് വന്നതായിരിക്കും ഇല്ലേ, നീ ഒട്ടും എന്നോട് പ്രതീക്ഷിച്ചില്ലേ, നീ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരിക്കും ഓസ്ട്രേലിയ എന്നുള്ള ഞാൻ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേന്നില്ലേ, എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ അവസ്ഥ വല്ലതും വരുമായിരുന്നു നിധി, ഇങ്ങനെ ബാഗും തൂക്കിക്കൊണ്ട് ഇൻ്റർവ്യൂവിനായിട്ട് ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ വരുമായിരുന്നോ? അപ്പം നീ ഒരു ലോക്കൽ ഡ്രൈവറേയും കിട്ടി ഇങ്ങനെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടോടെ കഴിയാനാണോ നിൻ്റെ അച്ഛൻ നിന്നെ വളർത്തിയെന്നൊക്കെ ചോദിക്കും. നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പറയാം, ഇനിയെങ്കിലും നീ അവനെ ഉപേക്ഷിച്ചിട്ട് വാ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാം എന്നൊക്കെ പറയും. ഉടനെ നിധി ഒന്നും പറയത്തില്ല. നിധി ദേഷ്യപ്പെട്ട് നിധി അങ്ങ് തിരിച്ചിറങ്ങി അങ്ങ് പോവുകയാണ്. ഉടനെ നിധി എന്ന് പറഞ്ഞ് സൂര്യ ഇങ്ങനെ വിളിക്കും. നിധി മൈൻഡ് ചെയ്യത്തില്ല. പുറത്ത് ദേഷ്യം പിടിച്ച് നിധി ഇറങ്ങി വരികയാണ്. ആ സമയത്ത് സുധീഷ് ചോദിക്കും, എന്താ നിധി HR റൗണ്ട് കഴിഞ്ഞു എന്ന് ചോദിക്കും. അത് നിധി നല്ല ദേഷ്യത്തിലാണ്. എന്താ നിധി വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അത് അവിടെ HR റൗണ്ടിൽ മാനേജറായിട്ട് ഇരുന്നത് അവനാന്ന് പറയും. ആര്? അത് എന്നെ ആദ്യം വിവാഹം ആലോചിച്ച് വന്നില്ലേ, അവനാന്ന് പറയും. ഓ നമ്മുടെ ഓസ്ട്രേലിയൻ ഗംഗാരും, സൂര്യ തന്നെ, അവനാന്ന് പറയും. ഓ അതുകൊണ്ട് എനിക്ക് അവൻ്റെ ജോലിയും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നിധി കാറി വന്നെങ്കിരിക്കും. പക്ഷേ എന്ത് കഷ്ടമെന്ന് പറയും. എല്ലാം വിജയിച്ച് വന്നതായിരുന്നു. ഇന്നൊരു പാർട്ടി നമുക്ക് തയ്യാറാക്കാൻ കരുതിയിരുന്നതായിരുന്നു. ഇനിയിപ്പോൾ സാരമില്ല, അത് പോയെങ്കിൽ പോട്ടെ, നമുക്കിതിലും നല്ല കമ്പനിയിൽ നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരുമെന്നൊക്കെ പറയും. അങ്ങനെ നിധിയെ സുധീഷ് ആശ്വസിപ്പിക്കും. അതിനുശേഷം നിധിയും കൂട്ടിക്കൊണ്ടങ്ങ് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നിട്ട് എല്ലാവരും നല്ല സന്തോഷിച്ചിരിക്കുകയാണ്, ഇൻ്റർവ്യൂവിൽ സക്സസ് ആയെന്ന് കരുതി. അപ്പോൾ വരുമ്പോൾ എല്ലായിടത്തും കാര്യം പറയും. HR റൗണ്ട് മനഃപൂർവ്വം എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവനവിടെ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സൂര്യയാണ് അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം സുധീഷ് വീട്ടിൽ പറയും. അപ്പോൾ എല്ലാവരും പറയും, സാരമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനി ജോലി നോക്കാമെന്ന് പറയും. അതിനുശേഷം നിധിയെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം സുധീഷിന് വേറൊരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ജോസഫേട്ടൻ വിളിച്ച് പറയും, ഇങ്ങനെ വേറെ ട്രിപ്പ് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ പറയും. അങ്ങനെ വേറൊരു ബിസിനസ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ കൊണ്ടുപോകാനാണ്. അങ്ങനെ പുള്ളി കാറിനകത്ത് കയറും. അങ്ങനെ പുള്ളിയെ കൊണ്ട് പോകാൻ പറയും, എനിക്ക് ഒരു ബിസിനസ്സുകാരെ സംസാരിക്കാനാണ്, അപ്പം എൻ്റെ ഒരു കൊളീഗുമായിട്ട്. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് സംസാരിച്ചാൽ ശരിയാവത്തില്ല, കുറച്ച് കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിലിരുന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. കുറച്ച് ഒരു ലാൻഡ് പറഞ്ഞു കൊടുക്കും. അവിടെ ചെന്നതിന് ശേഷം ആ സാറിനെ നീ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയും. അതിനെന്താ സാറേ എന്ന് പറയും.
അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാറിനകത്ത് വരികയാണ്. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പറയും അതോ ആ കിടക്കുന്ന കാറിലുള്ള ആളാണ്, പോയി വിളിച്ചുകൊണ്ടാൻ പറയും. ശരി സാറ് വിട്ടിരുന്നോ, ഞാൻ വിളിച്ചുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പോയി കാറിനടുത്തോട് ചെല്ലുമ്പോൾ ആരാ കാറിലിരിക്കുന്നത്? നമ്മുടെ നിധിയുടെ അച്ഛൻ രാജീവാണ്. രാജീവിനെ കാണുന്നതും സുധീഷ് അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രാജീവിനങ്ങ് നല്ല ദേഷ്യമുണ്ട് സുധീഷിനെ കാണുമ്പോൾ. അപ്പോഴത്തേക്കും സാറേ വരുമെന്ന് പറയും. ഉടനെ അപ്പോഴത്തേക്ക് രാജീവിനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം മോൾ ഇറങ്ങിപ്പോയി ഒരു ഡ്രൈവറുടെ കൂടെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നാണക്കേടില്ലേ. അങ്ങനെ പുള്ളി ഒന്നും മനസ്സിലില്ല. സാധാരണ രീതിയിൽ ഒരു ഡ്രൈവറോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ തന്നെ പുള്ളി കാറിൽ നിന്ന് ഇറങ്ങി വരും. വരും, നമുക്ക് മറ്റേതെങ്കിലും കാറിൽ പോയാൽ പോരെ എന്നിങ്ങനെ രാജീവ് മറ്റേ ആളോട് ചോദിക്കും. ഉടനെ പറയും ഇവൻ നല്ല ഡ്രൈവറാണ്, ഇവൻ ഞങ്ങളുടെ രഹസ്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തോലുമില്ല, ഇവൻ എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാവുന്നത്, നല്ല ഡ്രൈവറാണ്, നല്ല ഡ്രൈവിംഗ് ആണ്, പിന്നെ എന്ത് കാര്യമുണ്ട് വിശ്വസിച്ച് പറയാം, വേറൊരു ഡ്രൈവറെ ഇതുപോലെ കിട്ടത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ രാജീവൻ പറയാം എന്നിങ്ങനെ മുകളത്തേ ഉള്ളൂ. അങ്ങനെ അവർ തമ്മിൽ കാറിലിരുന്ന് ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് മാറി നിൽക്കും. അതിനുശേഷം പറയും ഒരു കാര്യം ചെയ്യാം, എങ്കിൽ എൻ്റെ കാറ് കിടന്നെടുത്ത് എന്നെ കൊണ്ടാക്കിയാൽ മതി, രാജീവ് പറഞ്ഞിടത്താക്കാൻ പറയും. എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ ആദ്യം കയറിയ ആ സാറിനെ കൊണ്ട് ആ സാറിൻ്റെ കാർ ടേക്കുന്നിടത്ത് കൊണ്ടാക്കും. അതിനുശേഷം രാജീവ് മാത്രമേ കാറിലുള്ളൂ. രാജീവിനെ കൂട്ടിക്കൊണ്ട് സുധീഷ് പറയും എങ്ങോട്ടാണ് സാറേ പോകേണ്ടതെന്ന് ചോദിക്കും. ഒന്നും മിണ്ടത്തില്ല. സാറിന് സുഖമാണോ എന്ന് ചോദിക്കും. നീ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട എന്നൊക്കെ പറയും. എന്താ സാറേ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല, സാറിൻ്റെ മോളെ ഞാൻ വിവാഹം കഴിച്ചില്ലെന്ന് പറയും. നിൻ്റെ സാമർത്ഥ്യമൊന്നും കൂടുതൽ എൻ്റെ അടുത്ത് പറയേണ്ടെന്ന് പറയും. എൻ്റെ സാമർത്ഥ്യവും സൗന്ദര്യവും കണ്ടുകൊണ്ട് തന്നെ സാറിൻ്റെ മോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് രാജീവനങ്ങ് ദേഷ്യപ്പെടും. നിന്നെപ്പോയി ഒരു ഡ്രൈവറുടെ കൂടെ ജീവിക്കാനല്ല ഞാൻ എൻ്റെ മോളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയെന്ന് പറയും. നിങ്ങളുടെ വളർത്തി വലുതാക്കിയ കാര്യമൊന്നും പറയണ്ട, നിങ്ങളുടെ വീട്ടിൽ അവൾ വന്നപ്പോൾ നിങ്ങൾ പെരുമാറിയ രീതികളൊന്നും പറയണ്ട. അവൾ കഷ്ടപ്പെട്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് നിങ്ങൾ കീറി കളഞ്ഞില്ലേ, അത് പിന്നെ ഞാനത് ശരിയായി കൊടുത്തത്. എൻ്റെ മോളെ പഠിപ്പിച്ചത് ഞാനാണ്. ചിലപ്പോൾ ഞാൻ അവളെ സർട്ടിഫിക്കറ്റ് വലിച്ചു കീറും, ചിലപ്പോൾ ഞാൻ അവളെ തല്ലും. അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കും. അതൊക്കെ അങ്ങ് പണ്ട്, ഇപ്പം ഞാൻ അവളുടെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളങ്ങ് സുധീഷ് അങ്ങ് വലിയ ഭർത്താവിൻ്റെ രീതിയിലങ്ങ് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നീ നോക്കിക്കോ, അധിക നാൾ അവൾ നിൻ്റെ വീട്ടിൽ ഒരിക്കലും നിൽക്കത്തില്ല. അവൾക്ക് മനസ്സിലാവും അവൾ ചെന്ന് കയറിയത് ഒരു കുപ്പത്തൊട്ടിയിലാണെന്നുള്ളത്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾ എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു വരുമെന്ന് പറയും. അവൾ ഈ രാജീവ് ശങ്കറിൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ അവളെ തിരിച്ച് എൻ്റെ വീട്ടിലെത്തിക്കാൻ എനിക്കറിയാമെന്ന് പറയും. എനിക്കതൊന്ന് കാണണമല്ലോ, കാണാമെന്ന് തന്നെ പറയും. അങ്ങനെ അവർ തമ്മിൽ കാറിൽ വെച്ചൊരു വെല്ലുവിളി നടക്കും. അതിനുശേഷം രാജീവിൻ്റെ കാറുള്ളിടത്ത് തന്നെ രാജീവിനെ കൊണ്ടാക്കുവാണ്. ഉടനെ രാജീവ് മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. എത്രയും പെട്ടെന്ന് ഇവൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മോളെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറയും. അതിനുശേഷം കാറിൽ നിന്ന് പോവുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷും മനസ്സിലാലോചിക്കും, പിന്നെ നിധിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് തന്നെ എന്നൊക്കെ സുധീഷും ഇങ്ങനെ മനസ്സിൽ പറയും. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ ഇന്നത്തെ കഥ പറഞ്ഞ് അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി ഈ രാജീവ് ശങ്കർ പ്ലാൻ ചെയ്ത കണക്ക് ഈ നിധിയെ വന്ന് കിളിക്കൂട്ടി വന്ന് കൂട്ടിക്കൊണ്ട് പോകുമോ, അതോ നിധി പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ രാജീവിനോട് വീട്ടിൽ പോകാതിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.